ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ് വന്നിരിക്കുന്നത്. ചിക്കൻ ബിരിയാണി വളരെ ടേസ്റ്റുള്ള സംഭവമാണ്, എല്ലാവർക്കും അറിയാവുന്ന തന്നെ. എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി 1/2 കിലോ ബാസ്മതി അരി എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി 30 മിനിറ്റിനകത്ത് കുതിർത്ത് വയ്ക്കാം. ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ 1/2 കിലോ അരിക്ക് 1/2 കിലോ ചിക്കൻ. അതിൽ 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി. എരിക്കനുസരിച്ച് കുറച്ചും കൂട്ടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, അരമുറി ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇത് പുളി അനുസരിച്ച് കുറച്ചും കൂട്ടി ചേർത്ത് കൊടുക്കാം. അരമുറിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് മാരിനേറ്റ് ചെയ്യാം, മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം. അതിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ ചൂടായി വരുന്ന സമയത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇല എല്ലാം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോൾ ഞാനിവിടെ 4 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി കിട്ടണം. അപ്പോൾ എത്രത്തോളം ഉള്ളി ചേർക്കണോ അത്രത്തോളം ടേസ്റ്റാണ്. നന്നായിട്ടൊന്ന് വഴണ്ട് വേണം. നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഒരു 5 പച്ചമുളക് അങ്ങനെ അങ്ങിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റിനും ഫ്ലേവറിനും വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടണം. അതിനുശേഷം 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര ഉള്ളി എടുക്കുന്നോ അതിൻ്റെ നേർ പകുതി വേണം തക്കാളി എടുക്കേണ്ട. എന്നാലും നമുക്കൊരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നന്നായിട്ട് വഴണ്ട് കിട്ടാൻ ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കണം, കൂടുതലായി പോകരുത്. പെട്ടെന്ന് വഴണ്ടും കിട്ടും. അങ്ങനെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ബിരിയാണി ഇട്ട് വേവിക്കുന്നതുകൊണ്ട് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബിരിയാണി മസാലയിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പച്ചമണം പോകുന്നവരെ വഴറ്റാം. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പേരിക്ക് അനുസരിച്ച് നമ്മളത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ആ മസാലയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കൊത്തമല്ലി, പുതിന ഇല ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴറ്റുന്ന നല്ല സ്മെല്ലാണ്. ബിരിയാണിക്ക് ആ ടേസ്റ്റ് കൊടുക്കുന്നതിന് ഈ കൊത്തമല്ലി, ഈ പുതിനയാണ്. അതിനുശേഷം ഒരു കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കാം. ഹോം മെയ്ഡ് കേടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും. അതിനുശേഷം ഈ സെമി ആയിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ നമ്മുടെ ബിരിയാണി മസാലയോട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ആ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിച്ച് വരട്ടെ. അതിനുശേഷം 1/2 കിലോ അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് വേണം നമ്മൾ കൂത്ത് വെച്ചിരിക്കുന്ന ഈ ബാസ്മതി അരി ചേർത്ത് കൊടുക്കാൻ. ഈ അരിയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം, ഉപ്പുണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ചെറിയ തള വരുമ്പം
അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് തന്നെ മണ്ടയ്ക്ക് വയ്ക്കാം. ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ചൂടുവെള്ളം ചൂടാക്കി ഒരു ചരുവത്തിൽ വെച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഈ ഒരു പരുവാകും. അതിനകത്ത് പൊരിച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് കനലൊക്കെ അതിൻ്റെ മണ്ടയ്ക്കിട്ട് ഒന്ന് സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആയതിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഹോട്ടലൊന്നും പോകാതെ തന്നെ വീട്ടിൽ പിന്നെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. നന്ദി.